അടിസ്ഥാനപരമായി മനുഷ്യൻ അന്ധവിശ്വാസിയാണ്. യുക്തിവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പോലും ഇന്ന് ദുഷിച്ച പ്രത്യയശാസ്ത്രങ്ങളുടെ പുറകെ പോകുന്നു. വിദ്യാസമ്പന്നരായ ആളുകൾ, ബുദ്ധിജീവികൾ, പ്രാകൃത മതവിശ്വാസത്തിൻ്റെയും നാണംകെട്ട ഗുരുക്കന്മാരുടെയും പിൻപേ പോകുന്നത് വളരെ ശോചനീയമാകുന്നു. അതാകുന്നു നാം ഇന്ന് കാണുന്നത്. ജിയോ സന്ദേശം ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു സ്നാപക യോഹന്നാൻ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച ആ ധീരനായ മനുഷ്യൻ പഴയ നിയമ വിശുദ്ധന്മാരിൽ ശ്രേഷ്ഠനായി വിളങ്ങി നിൽക്കുന്നു. ഏലിയ പ്രവാചകൻ്റെ ആത്മശക്തിയോടുകൂടെ ജ്വലിച്ച അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ജനത്തെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുക എന്നതായിരുന്നു. തനിക്ക് ലഭിച്ച ആത്മശക്തിയും ശുശ്രൂഷയും ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാനായിട്ട് മാത്രം വിനിയോഗിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നാം ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ കണ്ട ആ ചലനം, ആ ഗതി തുടരുന്നതായി കാണുന്നു. യേശുവിനെ രാജാവായി അംഗീകരിക്കാതെ ആ ജനം തള്ളിക്കളയുന്നതും മതനേതാക്കന്മാരുമായി യേശു പോരാട്ടം തുടരുന്നതും ഈ അധ്യായത്തിലും കാണാവുന്നതത്രേ. ഹേരോദാവ് തൻ്റെ വാക്ക് പാലിക്കണമെന്ന ഒഴികഴിവ് പറഞ്ഞ് യോഹന്നാൻ സ്നാപകനെ കൊന്നുകളഞ്ഞു. വെളിച്ചത്തോട് അഥവാ സത്യത്തോടുള്ള പ്രത്യക്ഷമായൊരു ശത്രുത്വം അത്രേ ഈ പ്രവർത്തനം കൊണ്ട് നാം കാണുന്നത്. അന്തിമമായി ഇത് തന്നെ ക്രിസ്തുവിൻ്റെ മേലും കൈവയ്ക്കുമെന്ന് സംശയമില്ല. ഹെരോദ രാജാവിൻ്റെ ദുഷ്കരങ്ങൾ തൻ്റെ മേൽ വീഴാതിരിക്കേണ്ടതിന് യേശു മാറിക്കളയുന്നു. കാരണം യേശുവിൻ്റെ സമയം വന്നിട്ടില്ലായിരുന്നു. സുവിശേഷ എഴുത്തുകാർ നൽകിയിട്ടുള്ള താല്പര്യം കണക്കിലെടുത്ത് നോക്കിയാൽ യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുവാൻ പോകുന്നത് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതത്രേ. എല്ലാ സുവിശേഷകരും അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിൻ്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. നാം ഇപ്പോൾ വായിച്ചു കേട്ടതൊരു അന്ധവിശ്വാസമാകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ശരിയാണ്. അത് ബൈബിളിൽ എഴുതി എന്നതുകൊണ്ട് ബൈബിളിലെ അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത് യേശുവിൻ്റെ അന്ധവിശ്വാസവുമല്ലായിരുന്നു. അവൻ്റെ അപ്പോസ്തലന്മാരും ഇങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. ക്രിസ്തുമാർഗത്തിലും ഇങ്ങനൊരു വിശ്വാസമില്ല. ഹെരോദാവിൻ്റെയും അന്നത്തെ അറിവില്ലാത്ത ജനസമൂഹത്തിൻ്റെയും അന്ധവിശ്വാസമായിരുന്നു ഈ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അയ്യോ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അന്ധവിശ്വാസമൊന്നും ഇല്ലല്ലോ എന്ന്. ഹെരോദാവിൻ്റെ കാലത്തെ പോലെ നാം അന്ധവിശ്വാസികളാണോ? നാം വിദ്യാസമ്പന്നരല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തെ, ദൈവവചനത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കുന്ന ആ നിമിഷം നിങ്ങൾ ഒരു അന്ധവിശ്വാസിയായി മാറുന്നു. ഞാൻ പറഞ്ഞല്ലോ, യുക്തിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പോലും ഇന്ന് ദുഷിച്ച മതാചാര സമ്പ്രദായങ്ങളുടെ പിൻപിലും പ്രത്യയശാസ്ത്രങ്ങളുടെ പുറകെയും പോകുന്നു. വിദ്യാസമ്പന്നരായ ആളുകൾ, ബുദ്ധിജീവികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ, പ്രാകൃത മതവിശ്വാസത്തിൻ്റെയും നാണംകെട്ട ഗുരുക്കന്മാരുടെയും പിൻപേ പോകുന്നത് എത്ര ലജ്ജാകരമാകുന്നു. അതേ സുഹൃത്തെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസമുണ്ടോ? ഹെരോദ രാജാവ് കരുതുന്നത് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വന്നു എന്നാണ്. മനുഷ്യൻ മരിച്ചാലും ഇവിടൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും എന്ന് ഇന്നും പലർ കരുതുന്നുണ്ട്. ചിലർ പറയുന്നത് 40 ദിവസം ചുറ്റിപ്പറ്റി നിൽക്കുമെന്നാണ്. മണ്ടത്തരമല്ലേ? മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ വിഷയം കുറേ കൂടി ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്.
ഈ ഭാഗത്തേക്ക് തന്നെ വന്നാട്ടെ. ക്രിസ്തുവിൻ്റെ ആളത്വവും ശുശ്രൂഷയും സിംഹാസനത്തിൽ ഇരുന്നിരുന്ന രാജാവിൻ്റെ ശ്രദ്ധയിൽ പോലും ഇപ്പോൾ എത്തി. യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഹെരോദാവ് കേട്ടപ്പോൾ അവനിൽ ഭയങ്കര ഭയവും അന്ധവിശ്വാസവും നിറഞ്ഞു. യോഹന്നാൻ സ്നാപകനെ കൊന്നത് ഹെരോദാ രാജാവായിരുന്നു. അവൻ യോഹന്നാനെ യേശുവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു. യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്നും ഉയർത്തു എന്ന് ഹെരോദാവ് ചിന്തിച്ചു. അവൻ്റെ ഭയം ഒരുതരം ക്രോധപാരവശ്യമായി തീർന്നു. കാരണം യോഹന്നാനെ മുഴുവനായി നശിപ്പിക്കണമെന്നത്രേ ഹെരോദാവ് ആഗ്രഹിച്ചിരുന്നത്. ഹെരോദാവ് ഒരു മദ്യപനായിരുന്നു, നശിച്ചവൻ, വഷളൻ, മനക്കരുത്തില്ലാത്തവൻ. അവൻ ഒരു കൊലപാതകനുമായിരുന്നു. ക്രിസ്തുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാനെ അവൻ കൊന്നുകഴിഞ്ഞു. ഇനി ക്രിസ്തുവിനെ തന്നെ കൊല്ലുവാൻ അവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റി നടന്ന സംഭവ പരമ്പരയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പൂർവ്വദൃശ്യം ആകുന്നുവെന്ന്. പണ്ട് നടന്ന ഒരു കാര്യമാണ്. 3-4 വാക്യങ്ങളിൽ കാണുന്നത് ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിൽ ആക്കിയിരുന്നു. ഹെരോദാവ് യോഹന്നാനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഇതൊരു ഭൂതകാല സംഭവമാകുന്നുവല്ലോ. ഹേരോദ്യ നിമിത്തം ഹെരോദാവ് യോഹന്നാനെ തടവിലാക്കിയിരുന്നു. മറ്റുള്ളവർ ഹെരോദാവിനെ സ്വാധീനിച്ചിരുന്ന വിധം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഹേരോദ്യ നിമിത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പോട്ട് വായിക്കുമ്പോൾ അത് മറ്റുള്ളവരാലാകുന്നു എന്നും നമുക്ക് കാണാവുന്നതാണ്. ഒരു ദുഷിച്ച രാഷ്ട്രീയക്കാരനെ പോലെ ഈ ഹെരോദാവ് പ്രേരിപ്പിക്കപ്പെടുകയാണ്. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവനെല്ലാം ചെയ്തത്. ഹെരോദാവിൻ്റെ അസാൻമാർഗിക ജീവിതത്തിനെതിരെ യോഹന്നാൻ സംസാരിച്ചിരുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്നെണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. ഇവിടെ ഇതാ ഹെരോദാവ് പുരുഷാരത്തെ ഭയപ്പെടുന്നു. എന്നാൽ ഹെരോദാവിൻ്റെ ജനന ദിവസമായപ്പോൾ ഹെരോദ്യയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു. ഹെരോദാവ് ഭോഗാസക്തനായ, കാമാന്തനായ ഒരു വയസ്സനായിരുന്നു. അയാൾ തൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഒത്തു ജീവിക്കുകയായിരുന്നു. ഇക്കാരണത്താൽ യോഹന്നാൻ സ്നാപകൻ അവനെ ശകാരിച്ചു. രാജ്യത്തെ ഭരണാധികാരി ചെയ്ത വഷളത്വം എത്ര വലുതാണെന്ന് നോക്കിക്കേ. 7-ാം വാക്യത്തിൽ, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്തു, വാക്ക് കൊടുത്തു. ഞാൻ ചിന്തിക്കുന്നത് ഹെരോദാവ് പ്രതീക്ഷിച്ചത് അവൾ വല്ല സാധനങ്ങളും ചോദിക്കുമെന്നാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? 8-ാം വാക്യത്തിൽ, അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു താലത്തിൽ തരേണം എന്ന് പറഞ്ഞു. അമ്മ ഹേരോദ്യ ആ കുടുംബത്തിൻ്റെ തനി സ്വഭാവം കാണിക്കുകയാണ്. അവൾ പറഞ്ഞത് വളരെ ക്രൂരവും വികൃതവും പൈശാചികവുമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവളെ ശകാരിച്ചതിലുള്ള പക തീർക്കുവാൻ വേണ്ടിയുള്ള മൃഗീയമായ താൽപ്പര്യമത്രേ ഹെരോദ്യയിൽ നാം കാണുന്നത്. 9-ാം വാക്യത്തിൽ, രാജാവ് ദുഃഖിച്ചു എങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു. അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തതിന് ശേഷം അത് നിവർത്തിക്കാതിരുന്നാൽ തൻ്റെ വിരുന്നുകാർ ചിന്തിക്കുന്നതിനെക്കുറിച്ചോർത്ത് ഹെരോദാവ് ഭയപ്പെട്ടു. അവൻ എന്തു ചെയ്തു? ആളയച്ചു. തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു. അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ആ ചിത്രം നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചേ. എന്തായാലും ആ നടന്ന ക്രൂരവും മൃഗീയവുമായ സംഭവം വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ അന്നത്തെ സമൂഹം അപ്രകാരത്തിലുള്ളതായിരുന്നു എന്നത്രേ. യോഹന്നാൻ സ്നാപകൻ്റെ തല മുറിച്ച് ഒരു താലത്തിൽ ആ നൃത്തം ചെയ്ത പെൺകുട്ടിക്ക് കൊണ്ട് കൊടുത്തു. മനുഷ്യ സ്വഭാവം അധികം മാറ്റപ്പെട്ടിട്ടില്ലെന്നും അമിത ലൈംഗികാസക്തിയും കൊലപാതകവും ഇന്നത്തെ സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണെന്നും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു, പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു.
യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരമെടുത്ത് സ്നേഹത്തോടെ അലിവോടെ സംസ്കരിച്ചു. മനുഷ്യനെ ഭയപ്പെടാതെ സംസാരിച്ച യോഹന്നാൻ സ്നാപകൻ. യേശു കർത്താവ് അവിടെ നിന്നും മാറി. കാരണം ഹേരോദാവിൻ്റെ ഭയം ഒരു ക്രോധപാരവശ്യമായി പൊട്ടിപ്പുറപ്പെട്ട് യേശുവിനോടും എന്തെങ്കിലും അതിക്രമം കാട്ടും എന്ന് കർത്താവിനറിയാമായിരുന്നു. തൻ്റെ സമയം വന്നിരുന്നില്ല എന്നതിനാൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകാതിരിക്കുവാൻ യേശു പ്രത്യേകം ശ്രദ്ധിച്ചു. 13-ാം വാക്യത്തിൽ അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. യേശു ഒരു പടകിൽ കയറി ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. പക്ഷേ പട്ടണങ്ങളിൽ നിന്നും വന്ന പുരുഷാരം അവനെ വിട്ടുപോകുവാൻ വിസമ്മതിച്ച് അവൻ്റെ പിൻപേ ചെന്നു. അങ്ങനെ അവർ ഗലീല കടലിൻ്റെ തീരത്ത് കൂടി നടന്ന് അവൻ്റെ അടുത്തെത്തി. അവൻ പുരുഷാരത്തിനിടയിൽ എന്തുമാത്രം പ്രസിദ്ധനാകുന്നുവെന്ന് ഈ സംഭവം നമ്മെ കാണിക്കുന്നു. 14-ാം വാക്യത്തിൽ അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവരുടെ രോഗികളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശ്രദ്ധിക്കുക, ആ ദിവസം അവൻ ആയിരക്കണക്കിന് ആളുകളെ സൗഖ്യമാക്കി. ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത വിധമായിരുന്നു യേശുവിൻ്റെ വീര്യപ്രവർത്തികൾ. 15-ാം വാക്യത്തിൽ കാണുന്നത്, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. താൻ എന്ത് ചെയ്യണമെന്ന് ശിഷ്യന്മാർ യേശുവിനെ ഉപദേശിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ ഉപദേശം ജനങ്ങളെ ഗ്രാമങ്ങളിലേക്ക് മടക്കി അയക്കണം എന്നത്രേ. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ ഈ ഉപദേശത്തിന് യേശു നൽകിയ മറുപടിയാണ് രസകരം. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു അത്ഭുതം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരൊറ്റ കാരണത്താൽ ഈ അത്ഭുതം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. യേശു എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതിലേക്ക് ശിഷ്യന്മാർ തന്നെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടിയതുപോലുണ്ട്. പക്ഷേ അവൻ അവരോട് പറഞ്ഞത്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നത്രേ. ഇത് അസാധ്യമായൊരു ആജ്ഞയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർ പറയുന്നത് 17-ാം വാക്യത്തിൽ, അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ ശോചനീയമായ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ 5 അപ്പവും 2 മീനും എന്നത് തീരെയില്ല. ഇന്ന് ക്രിസ്തീയ നേതാക്കന്മാർ പോലും പറയുന്നത് ഈ പുരുഷാരത്തെ എല്ലാം നാം പറഞ്ഞയക്കണമെന്നത്രേ. കാരണം ഈ പുരുഷാരത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാൻ സ്വാഭാവികമായ മാർഗങ്ങളുണ്ടത്രേ. മാനസിക ആവശ്യങ്ങൾക്ക് മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്കലും ഭൗതിക ദുരിതാശ്വാസങ്ങൾക്കായി സർക്കാരിൻ്റെ അടുത്തും പുരുഷാരത്തെ അയക്കേണ്ടതത്രേ എന്നാണ് ക്രിസ്തീയ സഭയുടെ ഭാഷ്യം. പ്രിയ സുഹൃത്തെ, ആത്മീയ ആഹാരം നൽകുന്നതിനായി ഇന്ന് നമ്മുടെ കൈവശമുണ്ട്, സഭയിലുണ്ട്. ഒരുപക്ഷെ അത് വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ എന്ന് വന്നേക്കാം, 5 അപ്പവും 2 മീനും. പക്ഷേ ഇന്ന് വാസ്തവത്തിൽ നമുക്കില്ലാത്തത് യേശു കർത്താവിൻ്റെ ശക്തിയാകുന്നു. ആ ശക്തി മാത്രം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ, സഭയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ, പുരുഷാരത്തെ നാം മറ്റെവിടേക്കും പറഞ്ഞയക്കേണ്ടതില്ലായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത് 18-ാം വാക്യത്തിൽ, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. അവൻ്റെ ആ പ്രതികരണം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അവിടുന്ന് കർത്താവാകുന്നു സുഹൃത്തെ, അവനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് അത് ഇങ്ങ് കൊണ്ടുവരുവീനെന്ന്. അവനുമായി ബന്ധപ്പെടുമ്പോൾ കണക്കാക്കുന്നത് നമുക്കെന്തുണ്ട് എന്നതല്ല, വാസ്തവത്തിൽ നമുക്കില്ലാത്തത് എന്ത് എന്നത്രേ. നമുക്കുള്ളത് എന്തായിരുന്നാൽ തന്നെയും അത് നൽകുക. അത് നൽകുവാൻ നാം തയ്യാറാണോ? അങ്ങനെ നൽകുമ്പോൾ അവിടുന്ന് തന്നെ അത് നിർവഹിക്കുവാൻ നാം അനുവദിക്കുമോ എന്നതാണ് ചോദ്യം. ഈ ചെറുബാലകൻ്റെ കൈവശം എടുത്താൽ പൊങ്ങാത്ത 5 റൊട്ടികൾ ഉണ്ടായിരുന്നു എന്നൊരു ധാരണ നമുക്കുണ്ടാകരുത്. വാസ്തവത്തിൽ അവ ചെറിയ 5 ബണ്ണോ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ 5000-ത്തിലധികം വിശന്നു പൊരിഞ്ഞിരുന്ന വയറുകളുണ്ടായിരുന്നു. അവർക്കെല്ലാം കൂടി 5 ചെറിയ ബണ്ണും ഈ ചെറിയ ബാലൻ അവ
കൊണ്ടുവന്ന് കൊടുത്തു. ഒരു പക്ഷേ അവൻ്റെ ഉച്ചഭക്ഷണത്തിന് അവൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതായിരിക്കാം അത് അവന് തന്നെ കഴിക്കാൻ തികയത്തില്ലായിരുന്നു. 5 അപ്പവും 2 ചെറിയ മീനും. യേശു പറഞ്ഞു, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കർത്താവ് കൽപ്പിച്ചത് വായിച്ചല്ലോ. നാം ആരും ചിന്തിക്ക പോലും ചെയ്യാത്ത വിധത്തിലുള്ള രസകരമായുള്ള കാര്യത്തിലേക്ക് ആരോ നമ്മുടെ ശ്രദ്ധ ഇവിടെ ക്ഷണിച്ചു. വിശുദ്ധ മർക്കോസ് ഈ സംഭവം രേഖപ്പെടുത്തിയപ്പോൾ അവിടെ പറഞ്ഞു, ആ ജനം 100ഉം 50ഉമായുള്ള ഓരോ കൂട്ടമായി ഇരിക്കുവാൻ കർത്താവ് അവരോട് പറഞ്ഞു എന്ന്. യേശു ചെയ്യുന്നതെല്ലാം ക്രമമായും കൃത്യമായും ആയിരുന്നു എന്നോർക്കണം. എന്നിട്ട് ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി കർത്താവ് വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. യേശു കർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കുവാൻ ആദ്യം മുമ്പോട്ട് വന്ന മിടുക്കന്മാരിപ്പോൾ വിളമ്പുകാരായത് നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മുടെ എല്ലാം ശുശ്രൂഷ അതാകുന്നു. വെയിറ്റേഴ്സ്, അപ്പോസ്തലന്മാരുടെയും ശിഷ്യന്മാരുടെയും അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും ഉപദേശിമാരുടെയും മൂപ്പന്മാരുടെയും എല്ലാ ദൈവമക്കളുടെയും ശുശ്രൂഷ വിശന്നിരിക്കുന്ന പുരുഷാരത്തിന് ആഹാരം നൽകുക എന്നതത്രേ. വടികൊണ്ട് അവരെ അടിക്കുകയല്ല, പിന്നെയോ അവർക്ക് ആഹാരം നൽകുക, ആത്മീയ ആഹാരം. ഇന്ന് സഭയ്ക്ക് ആവശ്യം വിളമ്പുകാരെയാണ്. ജീവൻ്റെ അപ്പം ലോകത്തിന് വിളമ്പുവാൻ വിളമ്പുകാർ. അതെ, ദൈവവചനമാകുന്ന ആഹാരം വിളമ്പുവാൻ നമുക്ക് ആളെ ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ജോലി. എല്ലാ വിശ്വാസികളും ഈ ജോലിയിൽ വ്യാപൃതരായിരിക്കണം എന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. ശേഷിച്ച കഷ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചത് തിന്നതിൻ്റെ ബാക്കി അഥവാ എച്ചിലാകുന്നു എന്നാണ്. അവരെല്ലാം തിന്നിട്ട് എറിഞ്ഞു കളഞ്ഞതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരാരും തൊടാത്ത 12 കൊട്ട നിറയെ അപ്പവും മീനുമാകുന്നു അവർ ശേഷിപ്പിച്ചതെന്ന് ഞാൻ ഗ്രഹിക്കുന്നു. അവർ ഭംഗിയായി ഭക്ഷിച്ചു എന്ന് കാണിക്കാനാണത്. 21-ാം വാക്യത്തിൽ കാണുന്നത്, തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. അവിടെ 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടു. ഈ സംഖ്യയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഒരു പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നുവെന്ന് കണക്ക് കൂട്ടിയാൽ അത് കൂടുതലാണോ? അന്ന് യേശു കർത്താവ് ഏറ്റവും കുറഞ്ഞത് ഒരു 15000 പേർക്കെങ്കിലും ആഹാരം നൽകി. അവിടുത്തെ കരുണ എത്ര വലുതാണല്ലേ! അവിടുന്ന് എത്ര ഉന്നതനാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? 22-ാം വാക്യം, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഉടനെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പദം തിടുക്കത്തെയും വേഗതയെയും കാണിക്കുന്നതാണല്ലോ. 5000 പേരെ പോഷിപ്പിച്ച സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ അവസാനം വിശുദ്ധ മത്തായി ഒരു കാര്യം വിട്ടുകളഞ്ഞിട്ടുണ്ട്. ധൃതിയായി ജനങ്ങളെ പറഞ്ഞയക്കുന്നതും ശിഷ്യന്മാരെ തിടുക്കത്തോടെ പടകിൽ കയറ്റി അക്കരയ്ക്ക് അയക്കുന്നതുമൊക്കെ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മത്തായി വിശദീകരിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ യോഹന്നാൻ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അവർ വന്ന് അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ വിഷയം രേഖപ്പെടുത്താതെ പോയിരിക്കുന്നത് ആശ്ചര്യജനകമായി തോന്നുന്നില്ലേ? പ്രത്യേകിച്ച് ക്രിസ്തു രാജാവാകുന്നുവെന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്ന വിശുദ്ധ മത്തായി അത് വിട്ടുകളഞ്ഞത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണല്ലേ. ഞാൻ രാജാവാകുന്നു എന്നുള്ള ക്രിസ്തുവിൻ്റെ അവകാശവാദത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു സ്വഭാവമത്രേ നാം ഇവിടെ കാണുന്നത്. അവൻ തൻ്റെ അവകാശത്താൽ തന്നെ, അവൻ്റെ പദവിയാൽ തന്നെ രാജാവാകുന്നു. ഏതെങ്കിലും ജനാധിപത്യ രീതിയിൽ അവൻ രാജാവാകുവാൻ പോവുകയല്ല. മനുഷ്യരുടെ താൽപ്പര്യത്താൽ അവനെ രാജാവായി തിരഞ്ഞെടുത്തതുമല്ല. ദൈവഹിതത്താൽ അവൻ രാജാവായതാണ്. ഒടുവിൽ അവൻ ശക്തിയാൽ രാജാവാകും. അതുകൊണ്ട് ഈ ഭാഗത്തെ ജനങ്ങളുടെ പ്രതികരണത്തിന് വിശുദ്ധ മത്തായി വലിയ വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രം. 23-24 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു.
പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. യേശു കർത്താവ് മലയിലായിരുന്നു, പ്രാർത്ഥനയുടെ സ്ഥലത്ത്. ശിഷ്യന്മാരോ ഗലീല കടലിൽ, കാറ്റിൻ്റെ മധ്യത്തിൽ, അന്ധകാരത്തിൽ. അവർ നാശത്തിൻ്റെ സ്ഥാനത്തായിരുന്നു, പ്രതികൂലത്തിൻ്റെ നടുവിൽ. നാം ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ ഒരു ചിത്രം കൂടിയല്ലേ ഇത്? നമ്മുടെ കർത്താവ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി, പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. നാം ഇന്നിവിടെ കാറ്റിനാൽ ഉലയുന്ന കടലിൽ നാശത്തിൻ്റെ സ്ഥാനത്തുമായിരിക്കുന്നു. എന്ത് സംഭവിച്ചു? 25-ാം വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഈ 4-ാം യാമം എന്ന് പറഞ്ഞാൽ പ്രഭാതയാമമാകുന്നു. വെളുപ്പിന് 3 മണി മുതൽ പ്രകാശമാകുന്നത് വരെയുള്ള സമയം. ഈ സമയത്താണ് കർത്താവ് കടലിന്മേൽ നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നത്. നമ്മെ ഭൂമിയിൽ നിന്നും ചേർക്കുവാൻ കർത്താവ് വരുന്ന യാമവും ഇതുതന്നെയായിരിക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. സഭയുടെ ശുഭ്രമായ ഉദയനക്ഷത്രം ക്രിസ്തുവാകുന്നു. അവിടുന്ന് സഭയെ ഭൂമിയിൽ നിന്നും എടുക്കും. അവൻ്റെ വരവിൻ്റെ തീയതി നമുക്കറിയില്ല. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കൃത്യസമയം അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ അവർക്കും അറിയില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കിക്കൂ. എന്തായിരുന്നാൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നാം രാത്രിയുടെ 4-ാം യാമത്തിലാകുന്നു ജീവിക്കുന്നത് എന്നത്രേ. എന്ത് സംഭവിച്ചു? 26-ാം വാക്യത്തിൽ അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഇവിടെ സംഭവിച്ചത് ഇപ്രകാരമായിരുന്നു. നമ്മുടെ കർത്താവ് മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ശിഷ്യന്മാർ ആ തടാകത്തിൽ കാറ്റിൻ്റെ മധ്യത്തിൽ തുഴയുന്നതും കഷ്ടപ്പെടുന്നതും കർത്താവ് കണ്ടു. ഈ ചിത്രം വിശുദ്ധ മർക്കോസ് നമുക്ക് നൽകുന്നുണ്ട്. അവിടെ നിന്നും യേശു 4-ാം യാമത്തിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നു. അവനെ കണ്ടപ്പോൾ അതൊരു ഭൂതമെന്ന് പറഞ്ഞ് അവർ പേടിച്ച് നിലവിളിച്ചു. അവർ അന്ധവിശ്വാസികളാകുന്നുവെന്ന് നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്കാം. ഒരളവ് വരെ അന്ധവിശ്വാസം അവർക്കുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇങ്ങനൊരു സമയത്ത് വെള്ളത്തിന്മേൽ ആരെങ്കിലും നടന്നു വരുന്നത് കണ്ടാൽ ഇന്ന് അനേകർക്കുമുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണിത്. ജീവിതത്തിൽ പ്രതികൂല കാറ്റടിക്കുമ്പോൾ കാണുന്നതെല്ലാം ഭൂതമാണെന്ന് തോന്നും. പല ഭവനങ്ങളിലും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകും. വീട്ടിലാർക്കെങ്കിലും ഒരു തലവേദന വന്നാൽ ഉടനെ ആരെങ്കിലും കൂടോത്രം ചെയ്തതാണ്. മക്കൾ പരീക്ഷയിൽ തോറ്റാൽ, കച്ചവടത്തിൽ നഷ്ടം വന്നാൽ എല്ലാം ചെയ്ത്താണെന്നാണ് പലരും പറയുന്നത്. 27-ാം വാക്യത്തിൽ ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഉടനെ യേശു അവരോട് പറഞ്ഞത് താൻ ഒരു ഭൂതമല്ലെന്ന് അത് അവൻ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ട് 28-ാം വാക്യത്തിൽ അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പത്രോസ് ഇങ്ങനെ ചോദിച്ചതിന് തീർച്ചയായും മറ്റുള്ളവർ വിമർശിച്ച് കാണും. അവൻ അങ്ങനെ വെള്ളത്തിന്മേൽ നടക്കേണ്ടതിന് ചോദിക്കുവാൻ പാടില്ലായിരുന്നുവെന്ന് ഒരുപക്ഷെ അവർ പറയും. പക്ഷേ ഞാൻ പത്രോസിനെ അഭിനന്ദിക്കുകയാണ്. ആധുനിക മിഷണറി പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന വില്യം കേറിയുടെ ശ്രദ്ധേയമായൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രതീക്ഷിപ്പീൻ, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ ശ്രമിക്കുവീൻ എന്ന്. തീർച്ചയായും പത്രോസ് അത് ചെയ്തു. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ സംതൃപ്തി അടഞ്ഞിരിക്കുകയാണ് നാം എല്ലാവരും. പത്രോസിനെ പോലെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ, എടുത്തു ചാടുവാൻ തയ്യാറുള്ളവരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. 29-ാം വാക്യത്തിൽ നാം കാണുന്നത് കർത്താവിനോട് പറയുകയാണ്, വരിക. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസിന് വെള്ളത്തിന്മേൽ നടക്കുവാൻ സാധിച്ചില്ല എന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബൈബിളിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നത്രേ. എന്നാൽ 30-ാം വാക്യത്തിൽ പറയുന്നു, അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുമ്പോൾ തൻ്റെ കണ്ണ് യേശു കർത്താവിങ്കൽ നിന്നും മാറി. അവൻ താഴുവാൻ തുടങ്ങിയപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് കണ്ടോ? ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിലേക്കും മനോഹരമായ ഒരു ചെറിയ പ്രാർത്ഥന, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന്. നാമൊക്കെ സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ ആമുഖവും വിശദീകരണവും ഉപസംഹാരവും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച് തീരും മുമ്പേ പത്രോസ് കടലിൻ്റെ അടിത്തട്ടിലെത്തിയേനെയും. പത്രോസ് തൻ്റെ ആവശ്യം അന്ന് അങ്ങനെ അവതരിപ്പിച്ചു. അത്രമാത്രം. നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെ വേണം. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. 32-ാം വാക്യത്തിൽ അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പത്രോസിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവൻ തൻ്റെ കണ്ണുകൾ യേശുവിൽ നിന്ന് മാറ്റി. അടിച്ചുയരുന്ന കടൽ തിരകളിലായിരുന്നു അവൻ്റെ നോട്ടം. നമ്മുടെ ജീവിതങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകുന്നു. യേശുവിലേക്ക് നോക്കേണ്ടതിന് പകരം നാം നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി ആകുലപ്പെട്ടിരിക്കുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. തൻ്റെ പ്രിയ ശിഷ്യന്മാർ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനാകുന്നു കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിച്ചത്. വെള്ളത്തിൽ നടക്കുവാൻ കർത്താവിനോട് അനുവാദം ചോദിച്ചതിന് ശേഷം വെള്ളത്തിന്മേൽ നടന്ന പത്രോസിൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന് പകരം യേശുവിൽ നിന്നും തൻ്റെ നോട്ടം മാറ്റുകയാൽ പത്രോസ് പരാജയപ്പെട്ടു. പത്രോസിനെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, കാരണം പലപ്പോഴും ഞാൻ അതിനേക്കാൾ വലിയ പരാജയമാണ്. വിശ്വാസത്താൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ നോട്ടം ക്രിസ്തുവിങ്കൽ നിന്നും മറ്റ് പലതിലേക്കുമാക്കി. എന്നാൽ ശിഷ്യന്മാർ യേശുവിനെ ആരാധിക്കുവാനും അവൻ ദൈവപുത്രൻ ആകുന്നു എന്ന് അറിയുവാനുമാകുന്നു ഇത് ദൈവം അനുവദിച്ചത്. 34 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, കാറ്റമർന്നു കഴിഞ്ഞ് കർത്താവ് തൻ്റെ അടുക്കൽ വന്ന ജനത്തിൻ്റെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ ആരംഭിച്ചു എന്നത്രേ. ആ ദിവസം സൗഖ്യം പ്രാപിച്ച ബഹുപുരുഷാരത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കട്ടെ. കർത്താവ് സൗഖ്യമാക്കിയവരിൽ ചുരുക്കം ചിലരുടെ വിവരങ്ങൾ മാത്രമേ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളൂ. എന്നാൽ കർത്താവ് ആയിരങ്ങളെ സൗഖ്യമാക്കി എന്ന് കാണാവുന്നതാണ്. നമ്മുടെ കർത്താവ് എത്ര കരുണാസമ്പന്നനാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന കൃപാലുവായ കരുണാസമ്പന്നനായ കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും അവനിലേക്ക് നോക്കുക, ചുറ്റുപാടുകളിലേക്കല്ല. അവനിലേക്ക് നോക്കി ആശ്വാസം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സുവിശേഷങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്നാണ് 5 അപ്പവും 2 മീനും ഉപയോഗിച്ച് 5000-ഓളം പുരുഷന്മാർ ഉൾപ്പെട്ട ജനക്കൂട്ടത്തിന് ക്രിസ്തു ഭക്ഷണം നൽകി തൃപ്തരാക്കിയത്. തൻ്റെ അടുക്കൽ വരുന്ന ജനത്തോടുള്ള അഗാധമായ മനസ്സലിവായിരുന്നു ക്രിസ്തുവിൻ്റെ ഓരോ പ്രവൃത്തിക്ക് പിന്നിലെയും പ്രേരകശക്തി. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായ ദൈവം ഇന്നും തൻ്റെ ജനത്തെ അതേ മനസ്സലിവോട് തന്നെയാണ് നോക്കിക്കാണുന്നത്.